ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. بسم الله الرحمن الرحيم. സുന്ദരമായ കാലഘട്ടം, വിശാലമായ സമയം, ജനങ്ങൾക്ക് ഉപദേശം നൽകുന്നതിനിടയിൽ അത് അവിടെ നിന്ന് ഒരാൾ എഴുന്നേറ്റുകൊണ്ട് ചോദിക്കുന്നു, നബിയെ, താങ്കളെക്കാൾ അറിവുള്ള ആരെങ്കിലും ഈ ലോകത്ത്? എന്നേക്കാൾ അറിവുള്ള ആൾ? ഇവിടെ നിന്നാണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത്. കഥയുടെ പേര് ഇൽമിനോടുള്ള അത്യാഗ്രഹം. കഥാനായകൻ അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുക്കുന്നു, രണ്ട് കടലുകൾ കൂട്ടിമുട്ടുന്ന ഒരിടത്ത് താങ്കളെക്കാൾ അറിവുള്ളതായ എൻ്റെ ഒരു ദാസനുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ അനുവാദത്തോടു കൂടി അദ്ദേഹത്തെ കാണുവാനായി ഒരു ഭൃത്യനോടൊപ്പം മത്സ്യവുമായി പുറപ്പെട്ടു. മൂസാ നബി അലൈഹിസ്സലാം ഭൃത്യനോട് പറഞ്ഞു, രണ്ട് കടലുകൾ കൂട്ടിമുട്ടുന്ന ഒരിടത്ത് ഞാൻ എന്റെ യാത്ര അവസാനിപ്പിക്കും. അതാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ അവർ കടലും കുന്നും കരയും താണ്ടി രണ്ട് കടലുകൾ കൂട്ടിമുട്ടുന്ന ഒരിടത്ത് എത്തിച്ചേർന്നു. മൂസാ നബി അലൈഹിസ്സലാം പാറപ്പുറത്ത് വിശ്രമിക്കുന്ന സമയത്ത് തന്റെ വൃത്തിയുടെ അത്ഭുതകരമായ കാഴ്ച കാണുകയുണ്ടായി. അതാ നമ്മുടെ പക്കലുണ്ടായിരുന്ന മത്സ്യം സമുദ്രത്തിലേക്ക് എടുത്ത് ചാടുകയും ഇത് സമുദ്രത്തിൽ തുരങ്കം ഉണ്ടാക്കി പോവുകയും ചെയ്തിരിക്കുന്നു. പക്ഷെ ഇത് തന്റെ യജമാനോട് പറയുന്നതിൽ നിന്ന് വൃത്യൻ മറന്നുപോയി. അങ്ങനെ അവർ വീണ്ടും യാത്രാമധ്യേ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, നമുക്ക് വിശപ്പും ക്ഷീണവും അനുഭവപ്പെട്ടു തുടങ്ങി, നമ്മുടെ മത്സ്യം ആ മത്സ്യം താങ്കൾ പാറപ്പുറത്ത് വിശ്രമിക്കുന്ന സമയത്ത് അത് ഞാനൊരു അത്ഭുതകരമായ കാഴ്ച കാണുകയുണ്ടായി. ആ മത്സ്യം സമുദ്രത്തിലേക്ക് എടുത്ത് ചാടുകയും അത് സമുദ്രത്തിൽ തുരങ്കമുണ്ടാക്കി പോവുകയും ചെയ്തു. അങ്ങനെയാണോ സംഭവം? അതായിരുന്നു അവരുടെ ലക്ഷ്യം. അങ്ങനെ അവർ ഇരുവരും അവരുടെ കാൽപാദങ്ങളിലേക്ക് നോക്കി പിന്തുടർന്നു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിനെ അറിയിച്ചു കൊടുത്ത ആ ദാസനെ അവർ കണ്ടു. ആകാംക്ഷയോടെ കാത്തിരുന്ന രണ്ടാമത്തെ കഥ നബിയുല്ലാഹി ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാം. മൂസാ നബി അലൈഹിസ്സലാമും ഖിദ്ർ നബിയും സംഭാഷണത്തിലേർപ്പെട്ടു. ഖാല ലഹു മൂസാ ഹൽ അത്തബിഉക അലാ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുശ്ദാ. മൂസാ നബി അലൈഹിസ്സലാം ഖിദ്ർ നബിയോട് ചോദിച്ചു, നബിയെ, താങ്കൾക്ക് പഠിപ്പിക്കപ്പെട്ടതായ അറിവിൽ അതിൽ നിന്നും അല്പം ഞാൻ പഠിച്ചോട്ടെ, താങ്കളെ ഞാൻ പിൻപറ്റിക്കോട്ടെ. മൂസാ നബി ഖിദ്ർ നബി അലൈഹിസ്സലാം പറഞ്ഞു, മൂസാ, നിനക്ക് എന്നോടൊപ്പം ക്ഷമിക്കാൻ സാധിക്കുകയില്ല. നിനക്ക് പരിപൂർണമായ അറിവില്ലാത്ത കാര്യത്തിന്റെ മേൽ നീ എങ്ങനെയാണ് മൂസാ എന്നോടൊപ്പം ക്ഷമിക്കുക? മൂസാ നബി അലൈഹിസ്സലാം സഹതാപത്തോടെ പറഞ്ഞു, നബിയെ, ഇൻഷാ അല്ലാഹ് അല്ലാഹു ഉദ്ദേശിച്ചാൽ താങ്കൾക്ക് എന്നെ ക്ഷമിക്കുന്നവരോടൊപ്പം കണ്ടെത്താൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു നിബന്ധനയുണ്ട്. ഞാൻ നിനക്ക് പരിപൂർണമായ അറിവില്ലാത്ത കാര്യമായിരിക്കും പ്രവർത്തിക്കുക, പക്ഷെ നീ എന്നോട് അതിനെ കുറിച്ച് ഒരു സംശയം പോലും ചോദിക്കരുത്. ഓ ശരി, എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ അവർ ഇരുവരും യാത്ര ആരംഭിച്ചു. മൂസാ നബി അലൈഹിസ്സലാമും ഖിദ്ർ നബിയും കപ്പലിലൂടെ യാത്ര ചെയ്യുന്നതിനിടയിൽ ഖിദ്ർ നബി അലൈഹിസ്സലാം കപ്പലിന്റെ ഒരു ഭാഗത്ത് ഒരു ദ്വാരമുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം അത്ഭുതത്തോടെ ചോദിച്ചു, നബിയെ, താങ്കൾ എന്തൊരു പ്രവൃത്തിയാണ് പ്രവർത്തിക്കുന്നത്? താങ്കൾ ഈ കപ്പലിലുള്ളവരെ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുകയാണ്. ഖിദ്ർ നബി അലൈഹിസ്സലാം പറഞ്ഞു, قال لم أقل إنك لن تستطيع معي صبرا. ഓ മൂസ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല നിനക്ക് എന്നോടൊപ്പം ക്ഷമിക്കാൻ സാധിക്കുകയില്ല. നബിയെ, താങ്കൾ എന്റെ ഭാഗത്തുണ്ടായ തെറ്റിന്റെ പേരിൽ താങ്കൾ എന്നോട് കർശനമായ നിലയിൽ പെരുമാറി. അങ്ങനെ അവർ വീണ്ടും യാത്ര നടന്നു.
അവർ യാത്രാമധ്യേ ഒരു കളിക്കുന്ന കുട്ടിയെ കാണുകയാണ്. ആ കുട്ടിയെ കണ്ട ഉടനെ ഖിദർ നബി അലൈഹി സ്വലാം കുട്ടിയുടെ തല പിടിച്ചെടുത്തി. ആ കുട്ടി സ്പോട്ടിൽ മരിച്ചു. മൂസാ നബി അലൈഹി സ്വലാം അത്ഭുതത്തോട് ചോദിച്ചു, നബിയെ താങ്കൾ എന്തൊരു ക്രൂരമായ പ്രവൃത്തിയാണ് പ്രവർത്തിച്ചിരിക്കുന്നത്? ഒരു പരിശുദ്ധനായ കുട്ടിയെ താങ്കൾ വെറുതെ വധിച്ചു കളഞ്ഞിരിക്കുകയാണ്. എന്റെ പൊന്നു മൂസ, قال ألم أقل لك إنك لن تستطيع معي صبرا. നിന്നോട് പറഞ്ഞിട്ടില്ല നിനക്ക് എന്നോടൊപ്പം ക്ഷമിക്കാൻ സാധിക്കുകയില്ല. നബിയെ, ഇനി എന്റെ ഭാഗത്ത് നിന്ന് ഞാനൊരു ചോദ്യം ഉന്നയിച്ചാൽ ഞാനും താങ്കളുടെയും തമ്മിലുള്ള ബന്ധം അവിടെ തീരും. അങ്ങനെ അവർ വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ അവർ യാത്ര ചെയ്ത് ഒരു ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. ഗ്രാമത്തിലുള്ളവരോട് അവർ ഭക്ഷണം ആവശ്യമാണ്. പക്ഷെ അവർ ആരും ഇവരെ സൽക്കരിക്കാൻ തയ്യാറായില്ല. പിന്നെയും മുന്നോട്ട് നടന്നു. അപ്പോൾ അത് അവിടെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ മതിൽ. ഇത് കണ്ട ഉടനെ ഖിദർ നബി അലൈഹി സ്വലാം അത് റീബിൽഡ് ചെയ്തു. മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, നബിയെ താങ്കൾ വെറുതെ ഒരു ജോലി ചെയ്യുകയാണ്. താങ്കൾ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഇതിനൊരു കൂലി ഈടാക്കാമായിരുന്നു. قال هذا فراق بيني وبينك سأنبئك بتأويل ما لم تستطع معي صبرا. മൂസ, എന്റെയും നിന്റെയും ഇടയിലുള്ള ബന്ധം ഇവിടെ തീർന്നു. പക്ഷെ നിനക്ക് ക്ഷമിക്കാൻ പറ്റാത്ത ആ 3 കാര്യങ്ങൾ അത് ഞാൻ നിനക്ക് പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം, നാം കപ്പലിൽ സഞ്ചരിക്കുന്നതിനിടയിൽ അവിടെ ഞാനൊരു ദ്വാരം ഉണ്ടാക്കില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് സമുദ്രത്തിൽ പണിയെടുക്കുന്ന പാവപ്പെട്ട ജനങ്ങളുടെ കപ്പലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ നാട്ടിലെ രാജാവ് നല്ല നല്ല കപ്പലുകൾ കണ്ട് അതിനെ പിടിച്ചു. അതിന്റെ പേരിലാണ് ഞാൻ ദ്വാരം ഉണ്ടാക്കിയത്. രണ്ടാമത്തെ കാര്യം, നാം ഒരു കളിക്കുന്ന കുട്ടിയെ കാണുകയും അതിനെ കൊന്നുകളയുകയും ചെയ്തു. ആ കുട്ടിയുടെ മാതാപിതാക്കൾ വളരെ പരിശുദ്ധവാന്മാരാണ്. ആ കുട്ടി വളർന്ന് വലുതായതിനു ശേഷം ഈ മാതാപിതാക്കളെ തിന്മയിലേക്ക് ക്ഷണിക്കുമോ എന്ന് ഭയന്നുകൊണ്ടാണ് ഞാൻ ഈ കുട്ടിയെ വധിച്ചു കളഞ്ഞത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഇവർക്ക് ഈ കുട്ടിയേക്കാൾ നല്ല പരിശുദ്ധനായ കുട്ടിയെ നൽകുമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. ഇനി നിനക്ക് ക്ഷമിക്കാൻ പറ്റാത്ത അവസാനത്തെ കാര്യം, وأما الجدار فكان لغلامين يتيمين في المدينة وكان تحته كنز لهما وكان أبوهما صالحا فأراد ربك أن يبلغا أشدهما ويستخرجا كنزهما رحمة من ربك وما فعلته عن أمري ذلك تأويل ما لم تستطع عليه صبرا. നാം ഒരു ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുന്നതിനിടയിൽ നാം അവരോട് ഭക്ഷണം ആവശ്യമാണ്. പക്ഷെ അവർ ആരും നമ്മെ സൽക്കരിച്ചില്ല. പിന്നീട് അവിടെ ഒരു പൊളിഞ്ഞ മതിലിനെ നേരെയാക്കി കൊടുത്തു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ നാട്ടിൽ 2 യതീമീങ്ങളായ മക്കളുടെ സമ്പത്ത് അതിനടിയിൽ അവരുടെ മാതാപിതാക്കൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ നാട്ടിലെ അത്യാഗ്രഹികളായ നാട്ടുകാരെന്നറിഞ്ഞാൽ ആ മക്കൾക്ക് ഈ സമ്പത്ത് ലഭിക്കുകയില്ല. അതിന്റെ പേരിലാണ് ഞാൻ ഈ സമ്പത്തിനെ ആ മതിലിനെ നേരെയാക്കി കൊടുത്തത്. നമ്മുടെ കഥ ഇവിടെ അവസാനിച്ചു. പക്ഷെ ഇതൊന്നും എന്റെ ഭാഗത്ത് നിന്നുണ്ടായതല്ല. ഈ കഥ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, 2 നബിമാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും? ഒരിക്കലുമില്ല. കാരണം മൂസാ നബി അലൈഹി സ്വലാമിന് അറിയിക്കപ്പെട്ടത് രഹസ്യ ലോകവുമായി അറിയിക്കപ്പെട്ട അറിവാണ്. ഖിദർ നബി അലൈഹി സ്വലാമിന് ബാഹ്യ ലോകവുമാണ്. ഖിദർ നബി അലൈഹി സ്വലാം ബാഹ്യ ലോകവുമായുള്ള അറിവനുസരിച്ച് പ്രവർത്തിച്ചു. മൂസാ നബി അലൈഹി സ്വലാം രഹസ്യ ലോകവുമായി ബന്ധപ്പെട്ടുള്ളതിനെ അത് തടഞ്ഞു. ഈ കഥയുടെ ഗുണപാഠം, വിജ്ഞാനം എന്നത് അന്തസ്സോടൊപ്പം പരീക്ഷണമാണ്. അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥി തന്റെ അധ്യാപകരെ പരിപൂർണമായി അനുസരിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഇസ്ലാമികമായ ചരിത്രങ്ങളെ പഠിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.